ഗുഡ് ഈവനിങ് ഫ്രണ്ട്സ്. കട്ടൻ ചായ 111 അധ്യായത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ലക്ഷ്മി വെൽക്കംസ് യു. നിങ്ങളുടെ സപ്പോർട്ടിന് വളരെയധികം നന്ദി പറയുന്നു. സബ്സ്ക്രൈബേഴ്സ് 2549 പേരായി. ഇതാണ് നമ്മുടെ സന്തോഷ വാർത്ത. എല്ലാ സബ്സ്ക്രൈബേഴ്സിനെയും സ്വാഗതം ചെയ്യുന്നു. ഓൾ സബ്സ്ക്രൈബേഴ്സ് ആർ വെൽക്കംഡ് ടു ദിസ് പ്രോഗ്രാം. നമുക്കൊരു ചായ ഉണ്ടാക്കാം. അടുക്കളയിലേക്ക് നമുക്ക് പോകാം. ഇൻഗ്രീഡിയൻസ് ആയിട്ട് വേണ്ടത് തേയില, ഇഞ്ചി, കറുവാപ്പട്ട, ഏലക്ക, മധുരം, വെള്ളം. അത് എല്ലാം റെഡിയാക്കി വെച്ചിരിക്കുന്നു. അടുക്കളയുടെ ഒരു മൂലയിലാണ് ഇതെല്ലാം സെറ്റ് ചെയ്തിരിക്കുന്നത്. ഒരു ഹീറ്റർ, അതിൻ്റെ പുറത്ത് പാത്രം, കട്ടിംഗ് ബോർഡ്, ടീക്ക് വുഡ് പെക്കർ തന്നിട്ടുള്ള കട്ടിംഗ് ബോർഡ്, അതിൻ്റെ പുറത്താണ് എല്ലാ സാധനവും വെച്ചിരിക്കുന്നത്. കുഞ്ഞു കുഞ്ഞു കപ്പുകൾ, ചായ എടുക്കാനുള്ള കപ്പ്, ഫിൽറ്ററിങ് യൂണിറ്റ്, തേയില, വെള്ളം, എല്ലാ സാധനവും അവിടെ ഞാൻ വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ ഓരോന്നോരോന്ന് കാണിക്കാം. ലിപ്ടൺ കമ്പനിയുടെ ചായ, ഇത് നമ്മുടെ കപ്പ്, ഇത് നമ്മുടെ ഫിൽറ്ററിങ് സിസ്റ്റം, ഇത് തേയില, ഡാർജിലിങ്ങിൻ്റെ തേയില, ഇത് മധുരം, ഷുഗർ ഫ്രീ സ്വീറ്റ്നറാണ്. ഇത് ഏലക്കായും കറുവാപ്പട്ടയും അരിഞ്ഞു വെച്ചിരിക്കുന്നത്, അത് അരിയാത്തത്, അത് വേറെ ഷോയ്ക്ക് വെച്ചിരിക്കുന്നതാണ്. ഇത് നിങ്ങൾ അരിഞ്ഞെടുത്ത്, ഇതാണ് നമ്മൾ ചായയിലെടുക്കുന്നത്. ഇത് വെറുതെ വെച്ചിരിക്കുന്നത്. ഇത് ഇഞ്ചി അരിഞ്ഞു വെച്ചിരിക്കുന്നത്, അതിൻ്റെ കൂട്ടത്തിൽ ഒരു ഇഞ്ചി വെറുതെ വെച്ചിരിക്കുന്നത് കാണാനായിട്ട്. പറയുന്നതിൽ കൂടുതൽ വിഷ്വലായിട്ട് നിങ്ങൾക്ക് എല്ലാം കാര്യങ്ങൾ ഗ്രഹിക്കാനായിട്ടാണ്. അപ്പോൾ ഒരു ഗ്ലാസ് വെള്ളം വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിനകത്ത് 2 സാധാരണ ഗ്ലാസ് വെള്ളം. ഹീറ്റർ ഓൺ ചെയ്തു. അതിൻ്റെ സെറ്റിംഗ് 60-ലാണ്. 60 മുതൽ 57 വരെയാണ് നമ്മളതിൻ്റെ വർക്ക്. അതായത് 3 മിനിറ്റ് സമയം ഇന്ന് എടുത്ത് വെള്ളം, അതായത് ഹീറ്ററിലേക്ക് നമ്മൾ പാത്രം വെച്ച് പാത്രത്തിലേക്ക് വെള്ളം ഒഴിച്ചു. ആ വെള്ളത്തിലേക്ക് ഇഞ്ചി അരിഞ്ഞതിട്ടു. അതിൻ്റെ പുറകെ ഏലക്കായും കറുവാപ്പട്ടയും കൂടെ അരിഞ്ഞതിട്ടു. ഇനി അതിനകത്ത് ഇടാനായിട്ട് തേയില മാത്രമേ ഉള്ളൂ. അത് വെള്ളം തിളച്ച് കഴിഞ്ഞില്ല. അപ്പം വെള്ളം തിളയ്ക്കുന്നവരെ നമ്മൾ വെയിറ്റ് ചെയ്യുകയാണ്. അപ്പം നമുക്ക് ആ വെള്ളം തിളയ്ക്കുന്നവരെയുള്ള വെയിറ്റ് ചെയ്യുന്നതിൻ്റെ ഇടയ്ക്ക് 1-2 കാര്യങ്ങൾ പറയാനുണ്ട്. അപ്പോൾ ഈ പ്രോഗ്രാം ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് നടത്തുന്നത് എല്ലാ ദിവസവും ഞാനിത് ചെയ്യുന്നുണ്ട്. രാവിലെ തുടങ്ങിയാൽ വൈകുന്നേരം ആകുമ്പോഴേ അതിൻ്റെ അപ്ലോഡ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അവിടെ ഇപ്പം വെച്ചിരിക്കുന്ന അതൊരു ഉറുമ്പിനെ പിടിക്കാനൊരു സാധനമാണ്. അത് ആരും കണ്ടിട്ട് ബുദ്ധിമുട്ടുണ്ട്. ഉറുമ്പിനെ നമ്മൾ അതിൻ്റെ അകത്ത് കളക്ട് ചെയ്തിട്ട്, എല്ലാം പഞ്ചസാരയാണ് വെച്ചിരിക്കുന്നത്, അത് കളക്ട് ചെയ്തിട്ട് അതിന് പുറത്ത് കൊണ്ട് കളയും. അവർ കുറച്ച് കഴിയുമ്പോൾ തിരിച്ചും വരും. അപ്പം വെള്ളം നമ്മൾ അടുപ്പിൽ വെച്ച് കഴിഞ്ഞു. വെള്ളത്തിലേക്ക് ഇടാനുള്ള സാധനങ്ങളെല്ലാം ഇട്ടു. ഇനി നമുക്ക് വേണ്ട, അതായത് എന്തിനാണ് ഈ പ്രോഗ്രാം ഡെയിലി നടത്തുന്നത്? ഒരു കാര്യം, ഇതൊരു പ്രാർത്ഥനയുടെ ഇതാണ്. പ്രാർത്ഥന എന്ന് പറയുമ്പോൾ നമ്മൾ ബൈബിൾ വായിക്കുന്നുണ്ട്. ബൈബിളിൽ എല്ലാ ദിവസവും വ്യത്യസ്തങ്ങളായിട്ടുള്ള വചനങ്ങൾ വായിക്കുന്നു. അങ്ങനെ ആ വചനം വായിക്കുന്നതുകൊണ്ടാണ് നമുക്ക് ഈ ചാനലിന് ഇത്ര സബ്സ്ക്രൈബേഴ്സിനെ കിട്ടുന്നതാണ് എൻ്റെ വിശ്വാസം. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുവരെ ഈ ചാനലിൻ്റെ ഒരു വീഡിയോയിലും ഞാൻ പറഞ്ഞിട്ടില്ല എന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. അപ്പോൾ എനിക്ക് തന്നെ അതൊരു അത്ഭുതമായിട്ട് തോന്നുന്നു. അതുകൊണ്ടാണ് ഞാൻ ഭക്തിപരമായിട്ടുള്ള കാര്യങ്ങൾ ഈ ചാനലിൽ കൂടുതൽ പ്രക്ഷേപണം ചെയ്യാറുണ്ട്, പാട്ടുകളാണേലും ഒക്കെ. അപ്പോൾ ഇനി എൻ്റെ സബ്സ്ക്രിപ്ഷൻ ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ വേണമെന്ന് തോന്നും. എല്ലാവർക്കും ഉണ്ടല്ലോ, ആവശ്യമുണ്ടല്ലോ. അപ്പോൾ പുതിയതായിട്ടുള്ള ആൾക്കാർക്കായിരിക്കും ആവശ്യം. അപ്പോൾ പുതിയ ആൾക്കാർ ഇത്രയും ചെയ്താൽ മതി, ഒരൊറ്റ കുഞ്ഞു കാര്യം ചെയ്താൽ മതി. എൻ്റെ ഈ വീഡിയോയിൽ ഈ ഐഡിയയിൽ 1500 വീഡിയോ ഉണ്ട്. അതിൽ ഏതെങ്കിലും കുഞ്ഞും വലുതായിട്ടാണ്. അപ്പോൾ ഏതെങ്കിലും കുഞ്ഞു വീഡിയോ, വലിയ വീഡിയോ എന്തെങ്കിലും ചുമ്മാ ജസ്റ്റ് ഒന്ന് ഓൺ ചെയ്യുക. ഓൺ ചെയ്തതിന് ശേഷം അതിൽ കമൻറ്റ് ബോക്സിലേക്ക് ഒരു ഇമോജി ഇടുക, ക്ലോസ് ചെയ്യുക. അത്രയും നിങ്ങൾ ചെയ്യേണ്ടുള്ളൂ. അത് കഴിയുമ്പോൾ ഞാനത് കണ്ടുപിടിച്ചിട്ട് 3 ദിവസത്തിനകം സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യും. നിങ്ങളുടെ ഒരു വീഡിയോക്കകത്തൂടെ നിങ്ങളെ അറിയിക്കുകയും ചെയ്യും. കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കും ഞാൻ സബ്സ്ക്രൈബ് ചെയ്തെന്ന്. അതിൽ സബ്സ്ക്രിപ്ഷന് ഇത്രത്തെ നമ്പറാണെന്നും കൂടെ ഞാൻ പറയും. അപ്പം അങ്ങനെ അത് മനസ്സിലാക്കിയ ആൾക്കാർ ഇതിപ്പോൾ കേൾക്കുന്നുണ്ട്. അങ്ങനെ ആർക്കെങ്കിലും ഇമോജി ഇട്ടിട്ട് പിന്നെ കിട്ടിയില്ലെങ്കിൽ അവർ വിഷമിക്കേണ്ട. അത് അവരുടെ കമൻറ്റ് ബോക്സ് എൻ്റെ ഇടം വരെ കമൻറ്റ് എത്താച്ചുകൊണ്ടായിരിക്കും. അപ്പം നമ്മൾ വെള്ളത്തിൻ്റെ സ്വിച്ച് ഓഫ് ചെയ്തു. അതായത് ഇനി നമുക്ക് തേയില ഇടാം. കമ്പനിയുടെ നിയമം അതാണ്. ആ തേയില കമ്പനിയുടെ നിയമം അതാണ്. തിളച്ച് കഴിഞ്ഞ വെള്ളത്തിലേക്കാണ് ഇത് ഇടേണ്ടത്. അതിട്ടിട്ട് തിളപ്പിക്കേണ്ടതെന്ന് എഴുതിയിട്ടുണ്ട്. അത് നമ്മൾ തിളച്ചതിന് ശേഷം, പൊടിയിട്ടതിന് ശേഷം 2 മിനിറ്റ്, 3 മിനിറ്റ്, 5 മിനിറ്റ്, അങ്ങനെ 3 ഡിവിഷൻ ഉണ്ട്. അതായത് 2 മിനിറ്റ് വെച്ച് കഴിഞ്ഞാൽ സാധാരണ കളർ, ലൈറ്റ്. 3 മിനിറ്റ് വെച്ച് കഴിഞ്ഞാൽ മീഡിയം. 5 മിനിറ്റ് വെച്ച് കഴിഞ്ഞാൽ ഡാർക്ക്. അതാണ് ഇപ്പോൾ അവിടെ എഴുതി കാണിക്കുന്നത്. അപ്പോൾ ചായയുടെ കളറ് വ്യത്യസ്തമായിരിക്കും.
ഇത് ഈ ചായയുടെ മഹത്വത്തെക്കുറിച്ച് കമ്പനിക്കാരൻ എഴുതിയിരിക്കുന്നതാണ്. അത് നിങ്ങൾ വായിച്ചു നോക്കിക്കൊള്ളുക. അതായത് ലോകോത്തരമായ ഒരു സാധനമാണെന്നുള്ളതാണ് അതിൽ എഴുതിയിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ ചായയുടെ വർക്ക് കംപ്ലീറ്റ് ആയിക്കൊണ്ടിരിക്കുന്നു. ചായ തിളച്ച് വെള്ളം എല്ലാം റെഡിയായി. ഇനിയിപ്പോൾ അതിനെ അരിച്ചെടുത്താൽ മതി. അപ്പോൾ അരിച്ചെടുക്കുന്നതിന് വേണ്ടിയിട്ട് ഫിൽറ്ററിങ് യൂണിറ്റ് നമ്മൾ റെഡിയാക്കി വെച്ചു. അപ്പോൾ അതിനകത്തേക്ക് മധുരം ഇടണം. മധുരത്തിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ആണ് ഈ പെല്ലറ്റ്. അതായത് ഷുഗർ ഫ്രീ പെല്ലറ്റാണത്. അത് പഞ്ചസാരയ്ക്ക് പകരമുള്ള സാധനം. 2 സ്പൂണ് പഞ്ചസാര ഇടുന്നതിന് തുല്യമാണ് ഇപ്പോൾ നമ്മളിട്ട 2 ഗുളിക. പിന്നെ വെള്ളം, ചായയുടെ വെള്ളം, തേയില വെള്ളം നമ്മൾ അരിച്ചെടുക്കുന്നു. കട്ടൻ ചായ അരിച്ചെടുക്കുന്നു. ഈ വീഡിയോ ആദ്യം ഞാൻ ഉണ്ടാക്കിയപ്പോൾ അരിക്കുന്നില്ലായിരുന്നു. ഇപ്പോഴാണ് നമ്മൾ അരിക്കുന്ന പരിപാടി തുടങ്ങിയത്. അപ്പോൾ ഇത് സ്വീറ്റ്നർ ഒന്ന് അരിഞ്ഞു വരാനായിട്ടാണ് ഇളക്കിയത്. ഇനിയാണ് കപ്പിലേക്ക് നമ്മൾ ഒഴിക്കുന്നു. 1 കപ്പ് നിറച്ചെടുത്തിട്ട് അതിന് നമ്മൾ 1 കപ്പ് ചായയെ നമ്മൾ ടേബിളിൽ കൊണ്ടുവയ്ക്കും. ടേബിളിൽ വെച്ച് കഴിഞ്ഞിട്ട് ടേബിളിൽ വെച്ച് 1-2 ഫോട്ടോയൊക്കെ എടുത്തിട്ട് അതിനുശേഷം നമ്മൾ ബൈബിൾ എടുത്തുകൊണ്ട് വരും. ബൈബിൾ വളരെ ആദരവോടു കൂടി എടുത്തുകൊണ്ട് വരും. ഞാനത് കൊണ്ടുവന്നു വെച്ചു. ഇനി അതിനകത്ത് നമുക്ക് ബൈബിളിൽ വായിക്കാനായിട്ട് വചനം കിട്ടുന്നത് ഫാദർ മാത്യു വയലാമണ്ണിലച്ഛൻ്റെ ഡെയിലി ബ്ലെസ്സിങ്, അതുപോലെ തന്നെ വേറൊരു പ്രോഗ്രാമുണ്ട്, നിയോഗ പ്രാർത്ഥന, ഉപവാസത്തോടു കൂടിയുള്ള നിയോഗ പ്രാർത്ഥന. അതിൽ നിന്ന് കിട്ടുന്ന വചനമാണ്. ഇന്നത്തെ അധ്യായത്തിൽ നിന്ന് കിട്ടിയാണ്. ഇന്നത്തെ വചനം സങ്കീർത്തനങ്ങൾ 20:4, 21:2-3 അത് ഞാൻ ബൈബിളിൽ അതെടുത്തു. അത് എടുത്തെങ്കിലും അതിനകത്ത് നമുക്ക് നോക്കി വായിക്കാൻ പറ്റുന്ന രീതിയിൽ അത് അത്രയും ദൂരെയൊന്നും പറ്റുന്നില്ല. അതുകൊണ്ട് അതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്തിട്ടുണ്ട്. ആ സ്ക്രീൻഷോട്ടിൽ നോക്കി ഞാനിപ്പോൾ വായിക്കാം. സങ്കീർത്തനങ്ങൾ അധ്യായം 20:4 അവിടുന്ന് നിൻ്റെ ഹൃദയാഭിലാഷം സാധിച്ചു തരട്ടെ, അവിടുന്ന് നിൻ്റെ ഉദ്യമങ്ങൾ സഫലമാക്കട്ടെ. സങ്കീർത്തനങ്ങൾ അധ്യായം 21:2 അവൻ്റെ ഹൃദയാഭിലാഷം അങ്ങ് സാധിച്ചു കൊടുത്തു, അവൻ്റെ യാചന അങ്ങ് നിഷേധിച്ചില്ല. 3 സമൃദ്ധമായ അനുഗ്രഹങ്ങളുമായി അവിടുന്ന് അവനെ സന്ദർശിച്ചു, അവൻ്റെ ശിരസിൽ തങ്കക്കിരീടം അണിയിച്ചു. വചനം ഇവിടെ തീർന്നു. കർത്താവ് ഈ വചനം കേട്ട എല്ലാവരെയും അനുഗ്രഹിക്കണമേ. ഈ പ്രോഗ്രാമിൽ പങ്കെടുത്ത എല്ലാവർക്കും നന്ദി പറയുന്നു. നാളെ വീണ്ടും കാണുന്നവരെ ഗുഡ് ബൈ. ആൻഡ് ദിസ് ഈസ് ദ എൻഡ് ഓഫ് ദിസ് പ്രോഗ്രാം. ശുഭം.